ഇവിടെ പീലർ മിഷൻ മേടിച്ചതോട് കൂടി അമ്മ തേണ്ട കൂർക്ക വെച്ചിട്ട് ആറാടുകയാണ് മക്കളെ, ആറാടുകയാണ്. എണ്ണ തേണ്ട ഒരു ദാക്ഷണം ഇല്ലാണ്ട് കോരി വാരി ഒഴിക്കുവാണ്. ഇതാണ് പണ്ടുള്ള ആൾക്കാർ പറയണത്, അമ്മായിയമ്മയ്ക്ക് അടുപ്പില്ല തട്ടിന്റെ അർത്ഥം എവിടെയൊക്കെ ആവാന്നു. അങ്ങനെ അമ്മ കൂർക്ക തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെച്ച സമയം കൊണ്ട് ഞാൻ എന്നാ പിന്നെ വാഷിംഗ് മെഷീനിൽ കിടക്കുന്ന തുണി എടുത്ത് പുറത്തേക്ക് ഇരിക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഒരു പാവം ചേച്ചി കുട്ടി നല്ല മനസ്സ് വന്ന് വാഷിംഗ് മെഷീൻ മേടിച്ചുകൊണ്ട് ഇന്നെന്റെ നട്ടലൊടിയാണ്ട് എനിക്ക് തുണി ഇളക്കാൻ പറ്റുന്നുണ്ട്. ഈ കവറിനകത്തൊരു മുതുക്കായിട്ട് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സാധനം, നല്ല അടിപൊളി മാങ്ങ. എന്താണെന്നറിയില്ല, എനിക്ക് മാങ്ങയുടെ തൊലി പൊട്ടിച്ച് മണത്ത് നോക്കുമ്പോൾ പണ്ടത്തെ സ്കൂൾ കാലമൊക്കെ ഓർമ്മ വരും കേട്ടോ. ഇവിടെ ചക്കയും മാങ്ങയെ കിട്ടിക്കഴിഞ്ഞാൽ ഗണപതിയായ ഞാൻ തന്നെ ആദ്യത്തെ പീസ് എടുത്ത് കഴിക്കുവേ. ഇതിനെയാണ് ഗണപതിക്ക് വെച്ചത് കാക്ക ഉണ്ട് എന്ന് പണ്ടുള്ളവർ പറയാറുള്ളതെന്ന് അമ്മ. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയല്ല, ഇതുപോലെ കിച്ച് കിച്ച് കിച്ചാന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാമേ. കാണുന്ന പോലെ അത്ര ഈസി അല്ല കേട്ടോ. കുത്തി ഇരുന്നാണ് ഞാൻ ഇത്ര അരിഞ്ഞു പറക്കി എടുത്തത് കേട്ടോ. ഈ ചൂടത്ത് കുറെ നേരം ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 1 മണിക്കൂർ കുത്തിയിരുത്തിട്ടാണ് മാങ്ങ മൊത്തം അരിഞ്ഞെടുത്തത്. ഇനിയിപ്പോ വെളുത്തുള്ളിയും കൂടെ എനിക്ക് പൊളിച്ചെടുക്കാൻ വയ്യാത്തോണ്ട് ഞാൻ നമ്മുടെ പീലർ മെഷീനിൽ ഇടാന്ന് വിചാരിച്ചപ്പോൾ സീതൂട്ടി രണ്ട് മാങ്ങ അരിഞ്ഞു വെച്ചാൽ അടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി എല്ലാം കൂടെ വാരി പറക്കി നമ്മുടെ പീലർ മെഷീനിൽ ഇട്ട് ഒരു 2-3 കറക്ക് ഇറക്കിയപ്പോഴേക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടേ. സംഗതി ഞാൻ വിചാരിച്ച പോലെ അല്ല, അത്യാവശ്യം വേണ്ട തോലൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അച്ചാറിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ അടുപ്പിന്റെ മുട്ടി നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആരെങ്കിലും കയറി വന്നാൽ ബോധം കിട്ടു വീഴും. അച്ചാറിന് ബെസ്റ്റ് നല്ലെണ്ണയാണ്. അതിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഓയിൽ എടുത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചും കൂടെ ചതച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നല്ല പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഉലുവാപ്പൊടി, കായപ്പൊടി, ഉപ്പുപൊടി, മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. അതൊന്ന് മൂത്ത് കിട്ടുമ്പോൾ ഇച്ചിരി കടുക് അങ്ങോട്ട് പൊടിച്ചിടണം കേട്ടോ. ഇനി ഉപ്പും പുളിയും മുളകും എല്ലാം ബാലൻസ് ചെയ്തേണ്ട ഇച്ചിരി ശർക്കരയും കൂടെ ഇടണേ. അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഉപ്പ് നോക്കുക. ഈ ടൈമിൽ ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇടാൻ പോകുന്ന സാധനം തികച്ചും ഓപ്ഷനിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മല്ലിയില ഇട്ടിട്ട് മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത്. ഒരു കല്യാണ വീട്ടിൽ കണ്ടതാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഇനി എണ്ണയൊക്കെ ഇതുപോലെ മുകളിലേക്ക് തെളിഞ്ഞു വരുമ്പോഴേക്കും തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കണേ. അല്ല, അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇതിപ്പോ ഞാൻ ആരെയാണ് മാങ്ങ അച്ചാറിടാൻ പഠിപ്പിക്കുന്നതല്ലേ? നിങ്ങളൊക്കെ സകലകലാ വല്ലഭന്മാരാണെന്ന് എനിക്ക് അറിയാൻ കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മാങ്ങ ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് ഇങ്ങനെ ഉടനെ അങ്ങ് മുണുങ്ങി കളയരുത്. 3-4 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാവേ. ഒരു ഇച്ചിരി എടുത്ത് കഴിച്ചു നോക്കിയതാണ്. എന്റെ അമ്മയെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാവോ. ഇനി ഒരു ഗ്ലാസിന്റെ ജാറിലേക്ക് എല്ലാം കൂടെ കോരി വെച്ച് അങ്ങനെ അടച്ചു വെക്കുക. കുറെ ദിവസം കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇവിടെ കുറെ ദിവസം കഴിയുമ്പോൾ മാങ്ങ ഉണ്ടാവില്ല കേട്ടോ, കുപ്പി മാത്രം ഉണ്ടാവുള്ളേ. ഇനി അച്ചാറിട്ട ചട്ടിയിൽ ഇച്ചിരി ചോറിട്ട് കുഴച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. പുറത്ത് നിൽക്കുന്ന എന്താന്ന് വെച്ചാൽ അകത്തിരുന്ന എനിക്ക് ചട്ടി മാത്രമേ കിട്ടുള്ളൂ, ചോറ് കിട്ടൂല കേട്ടോ. അപ്പൊ